ആർക്കും എൻ്റെ സീസൺ 2 കംപ്ലീറ്റ് ആയി. സീസൺ 2 കൂടെ ഈ ഒരു സീരീസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി കഴിഞ്ഞു. എങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചർ സീസണുകളൊന്നുമില്ല. പ്രോപ്പറായിട്ടൊരു എൻഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചിട്ടാണ് ഈ സാധനം നിർത്തിയത്. ആൻഡ് ഇത് തന്നെയായിരുന്നു ഒരു ഇനീഷ്യൽ ഇൻറ്റൻറ്റ് ചെയ്തതും. ആദ്യം 2 സീസണുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ആൻഡ് ഒരു 200-250 സീരീസോളം ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ കണ്ടിട്ടുണ്ട്. ആൻഡ് ആ ഒരു എക്സ്പീരിയൻസിൽ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് ഐ ഹാവ് എവർ സീൻ. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അത് എത്ര ഇതിനോട് പറ്റി പറഞ്ഞറിയിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും കണ്ടുപോക്കുക. ഒരു മസ്റ്റ് വാച്ച് ഐറ്റമാണ്. ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഐറ്റം. ഇതൊരു ആനിമേറ്റഡ് ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാറ്റി വയ്ക്കരുത്. ഇതൊരു കുട്ടികൾക്ക് പറ്റിയ സാധനമല്ല. ഇതൊരു പക്ക അഡൽട്ട് ആനിമേറ്റഡ് സീരീസാണ്. നമ്മളിപ്പോൾ ആനിമി അല്ല, ഇംഗ്ലീഷ് ആനിമേറ്റഡ് ആണ്. ഇപ്പോൾ ജപ്പാനീസ് ആനിമി സ്റ്റൈലുകളൊക്കെ ഇഷ്ടപ്പെടാത്തവർ കുറേ പേരുണ്ടാവും. ആർക്കെങ്കിലും അങ്ങനെയല്ല. ആൻഡ് ഫസ്റ്റ് സീസൺ ഗംഭീരമായിരുന്നു. സെക്കൻഡ് സീസണിലേക്ക് വരുമ്പോൾ ഞാൻ അത്രയെങ്കിലും വന്നാൽ മതി എന്നാണ് പല സമയത്തും പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിൽ കുറേ സമയത്ത് അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ടൈമിലും ഫസ്റ്റ് സീസണേക്കാൾ എത്രയോ പണി മുകളിലായിട്ടാണ് സെക്കൻഡ് സീസൺ ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്. കുറേ ട്രാക്സ് ഉണ്ട്, കിടിലം ട്രാക്സ്. നമ്മൾ ആദ്യത്തെ ആ എനിമി എന്നുള്ള ഒരു സാധനം മാത്രമല്ല, എല്ലാ എപ്പിസോഡിലും ഇവർ കൊടുക്കുന്ന ഓരോ ട്രാക്സ് ഉണ്ട്. മോനെ ഒരു രക്ഷയില്ല. റീവാച്ച് ചെയ്യാൻ തോന്നിപ്പിക്കും. ആ രീതിക്കാണ് ആ ഒരു ട്രാക്സിൻ്റെ വിഷ്വലൈസേഷനും അതിൻ്റെ ആ ഒരു സോങ് പ്ലേസ്മെൻറ്റൊക്കെ പക്ക, ഒന്നും പറയാനില്ല. ഇവർ കാണിക്കുന്ന ഒരു സെക്കൻഡ് പോലും നമുക്ക് അനാവശ്യമായിട്ടില്ലാതെ എല്ലാം അടിപൊളിയായിട്ട് വെച്ച് ഓരോ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രോപ്പറായിട്ട് സ്റ്റേ ചെയ്ത് അവസാനത്തേക്ക് കൊണ്ടുവന്ന് നമ്മളിങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഇവർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ സീരീസ് നിർത്തിക്കുക. സോ കാണിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവരൊക്കെ വന്നുപോയവരാണെന്നും നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനം. ചില സീരീസുകളിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും ആ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. ആ ഒരു വേൾഡിൽ അവിടെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ വലിയ സീരീസുകൾ തന്നെ ഇപ്പോൾ ബ്രേക്കിംഗ് ബാഡിൽ ജോസി പിങ്ക്മാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൽ ജോൺ സ്നോ, അവരൊക്കെ അവിടെ ഉണ്ട്. ആ ഒരു വേൾഡിൽ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട് എന്ന രീതിക്ക് ഇതിലുള്ള ക്യാരക്ടേഴ്സൊക്കെ തന്നെ, അത് ആരൊക്കെയെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, ചിലപ്പോൾ സ്പോയിലർ ആകും. പക്ഷേ ആ ക്യാരക്ടേഴ്സൊക്കെ അവിടെ തന്നെ ഉണ്ട്. ആ ഒരു വേൾഡിൽ ഇപ്പോഴും ഉണ്ട്. എപ്പോഴെങ്കിലൊക്കെ അവർ നമ്മൾ തിരിച്ചു വരും എന്നുള്ള ആ ഒരു മോഡൊക്കെ ഉണ്ടല്ലോ. ആ ഒരു സാറ്റിസ്ഫൈങ് ഫീലിംഗ്, എൻഡിങ്, ഒരു രക്ഷയില്ലാത്ത സാധനം. കറക്റ്റ് 2 സീസൺ എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന കുറേ സാധനങ്ങൾ ഈ സാധനത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പല സമയത്ത് ഞാൻ എത്തിയപ്പോൾ ഈവൻ ഈ തേർഡ് ആക്ടിൻ്റെ 3 ആക്റ്റായിട്ടാണ് ഇവർ സെക്കൻഡ് സീസണിൽ തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ആക്ട്, സെക്കൻഡ് ആക്ട്, തേർഡ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു 3 എപ്പിസോഡുകളായിട്ട്. ആദ്യ ആക്ടിൽ 3 പിന്നെ 3 അങ്ങനെ മൊത്തം 9 എപ്പിസോഡുകൾ. സോ ആ ഒരു സ്ട്രാറ്റജി അടിപൊളിയായിരുന്നു. അതിൻ്റെ സ്ട്രക്ചറിങ് അടിപൊളിയായിരുന്നു. ഈ തേർഡ് ആക്ടിലെ 7ാമത്തെ ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്. അങ്ങനെ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയിട്ട് നമുക്ക് ഒരു മാതിരി അവരവിടെ നിന്നാൽ മതി നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ. എക്കോ എന്നൊരു ക്യാരക്ടറൊക്കെ ഉണ്ട്. ആ ക്യാരക്ടർ ഐ തിങ്ക് ഫസ്റ്റ് സീസണിൽ ഞാൻ അധികം വില കൊടുക്കാത്ത ഒരു ക്യാരക്ടേഴ്സിലൊന്നായിരുന്നു എക്കോ. സെക്കൻഡ് സീസണിലും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല. ആ ക്യാരക്ടർ വന്ന് പോകുന്നുണ്ട് എന്നുള്ളൊരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫൈനൽ എപ്പിസോഡിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അത് എൻ്റെ മോനെ, അത് ഞാൻ ഒരു 4-5 തവണ ഞാൻ ആ സമയത്ത് തന്നെ റീവാച്ച് ചെയ്ത് ഒരു വലിച്ചു വിടുന്ന സെറ്റപ്പ് ഉണ്ട്. അതെന്താ ഏതാണെന്നുള്ളതൊക്കെ കണ്ടവർക്ക് കറക്റ്റായിട്ട് കണക്റ്റ് ആവും. എൻ്റെ ആ മോനെ പൊളി സാധനം എന്ന് പറഞ്ഞാൽ ഒരു ലൈവ് ആക്ഷനിൽ പോലും നമുക്ക് കിട്ടാത്ത രീതിയിലുള്ള സാധനം. ഇതിന് ലൈവ് ആക്ഷൻ വേണ്ട. ഇതിൻ്റെയൊക്കെ ലൈവ് ആക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ വല്ല സമരം ചെയ്ത് നിർത്തിക്കണം. കാരണം ലൈവ് ആക്ഷനിൽ പറ്റാത്ത, ആനിമേറ്റഡിൽ മാത്രം പറ്റുന്ന കുറേ മാജിക് ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ആർക്കേൻ എന്ന സീരീസിലാണ്. സോ ഇതിനെ എക്സാഗ്രേറ്റ് ചെയ്ത് ഞാൻ പൊക്കി പറഞ്ഞ് മലർത്തി അടിക്കുകയല്ല. അതാണ് അത്ര ഗംഭീരമാണിത്. ഒരു വട്ടം കണ്ടാൽ പോലെ എനിക്ക് ഇനി റീവാച്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് തൊട്ട് ആർക്കേൻ ഫസ്റ്റ് സീസൺ മുതൽ ഒന്നുകൂടെ റീവാച്ച് ചെയ്യാൻ തോന്നിപ്പിച്ചു. സെക്കൻഡ് സീസൺ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കംപ്ലീഷൻ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ പലരും ചെയ്യാത്ത സാധനമാണ് ഈ പ്രോപ്പറായിട്ട് ഒരു സാധനം തുടങ്ങിയിട്ട് പ്രോപ്പറായിട്ട് എൻഡ് ചെയ്യാണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് 1-2 ക്യാരക്ടേഴ്സിന് മാത്രം കേന്ദ്രീകരിച്ച് ബാക്കിയുള്ളവർക്ക് വെറുതെ വിടുക. വന്നു പോകുന്ന ഒരു പുൽക്കൊടിക്കടക്കം പ്രോപ്പറായിട്ടുള്ളൊരു എൻഡിങ് കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഗംഭീര റൈറ്റിംഗ് എന്നുകൊണ്ട് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ആനിമേഷൻ സ്റ്റൈലും ഈ ട്രാക്സും ഈ കളറെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഇതിലില്ലാത്ത കളറില്ല. നമുക്കിപ്പോൾ നമ്മൾ വിസിബിളി നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നാച്ചുറലി കാണുന്ന കളേഴ്സൊക്കെ ഉണ്ടല്ലോ, അതിൽ ചില കളർ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ചിലത് മിക്സ് ചെയ്ത് വരുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇങ്ങനെ പലരും പറയാറുണ്ട് ഇങ്ങനത്തെ വിഷ്വലി നമുക്ക് ഡിജിറ്റലി കാണിക്കുന്ന സാധനങ്ങളിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ. ഈവൺ നമ്മുടെ സ്ക്രീൻ ഉണ്ടല്ലോ, നമ്മുടെ മൊബൈൽ സ്ക്രീനോ ലാപ്പോ TV സ്ക്രീനിലൊക്കെ തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. ഈ IPS സ്ക്രീനോ അങ്ങനത്തെ കുറേ ടൈപ്പ് സ്ക്രീനുകളൊക്കെ തന്നെ ഉണ്ട്. ചിലപ്പോൾ മൊബൈൽ സ്ക്രീനിൽ കാണുന്ന കളറായിരിക്കില്ല മറ്റേൽ വരിക. ഇതിൽ കാണിക്കുന്ന കളേഴ്സൊക്കെ ഉണ്ടല്ലോ, അത് സ്പ്ലിറ്റ് സെക്കൻഡിനൊക്കെ എൻ്റെ മോൻ ഇതൊക്കെ ആരാ ഇതിനൊക്കെ കളർ ഗ്രേഡിങ് ഒക്കെ ചെയ്താകും. യജാതി
എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഈക്വലായിട്ട് വർക്കായിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. ഈ വർഷത്തേന്നല്ല ഞാൻ കണ്ടതിൽ, ഞാൻ പറഞ്ഞു ഒരു 250 സീരീസ് ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കിടില സാധനം. ഒരു രക്ഷയില്ലാത്ത ഐറ്റം തീർച്ചയായിട്ടും മിസ്സാക്കരുത്. മിസ്സായാൽ മിസ് തന്നെയാണ്. മിസ്സാക്കരുത്. നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഇനിയിപ്പോൾ വലിയ ലെങ്ത്തുള്ള സീരീസുകളൊക്കെ കാണാൻ ഇഷ്ടമില്ലാത്തവരാണ്. ഇത് വെറും ഐ തിങ്ക് ഒരു 40-45 മിനിറ്റൊക്കെയാണ് ഓരോ എപ്പിസോഡിന് ലെങ്ത്ത്. 2 സീസൺ, ഓരോ സീസണിലും 9 എപ്പിസോഡ്, മൊത്തം 18 എപ്പിസോഡുള്ളൂ. ആ ഒരു 18 എപ്പിസോഡിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു മാരക വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. സോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വിട്ടേക്ക്. നിങ്ങൾക്ക് കഥ മനസ്സിലായിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോട്ടെ. കഥ എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര പ്ലോട്ടാണ്. അത് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു, എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറ്റാക്ക് ഓൺ ടൈറ്റനൊക്കെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു പ്ലോട്ട് ഉണ്ടല്ലോ, പ്രീമിയസ് ഇത് പറയാനായിരുന്നു, ഇതായിരുന്നു ഇതിൻ്റെ സോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതേപോലെ ഇതിലും അതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ ഒരു രക്ഷയില്ലാത്തതാണ്. സോ അതിനോടൊപ്പം തന്നെ ഈ ഒരു വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള സാധനം ഉള്ളത് കൊണ്ട് ആക്ഷൻ, അഡ്വഞ്ചർ, ഒരു സ്റ്റീം പങ്ക് രീതിയിലുള്ള സാധനം നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പാർട്ട് ഫ്രം ദി ആനിമേറ്റഡ് ആ ഒരു സെറ്റപ്പ്, ആനിമേറ്റഡ് ആണെന്ന് വിചാരിച്ച് കാണാൻ, അത് എനിക്ക് ഈ സാധനങ്ങൾ ഇങ്ങനത്തെ ഒക്കെ സജസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം അധികം ആൾക്കാർ ശ്രദ്ധിക്കില്ല. ആനിമേറ്റഡ് കാണുമ്പോൾ തന്നെ കുറേ പേര് മാറിപ്പോകും. പക്ഷേ ദിസ് വൺ ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. മിസ്സായാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. കാരണം അമ്മാതിരി സാധനമാണ്. ഇത് ലൈവ് ആക്ഷനൊന്നും കിട്ടാത്ത രീതിയിലുള്ള സാധനം നമുക്ക് ഇത് കിട്ടുക. പ്രോപ്പർലി എഡിറ്റ് ചെയ്ത് ഒരു സീൻ പോലെ അനാവശ്യമായിട്ടില്ലാതെ ഗംഭീരമായിട്ടുള്ളൊരു വിഷ്വൽ ട്രീറ്റ് ആൻഡ് ഇമോഷണലി അറ്റാച്ച് ചെയ്യുന്ന കുറേ ക്യാരക്ടേഴ്സും. എനിക്കിങ്ങനെ ഇതിലെ സ്പോയിലേഴ്സും ചില സീക്വൻസുകളൊക്കെ വെച്ച് എടുത്ത് ഇങ്ങനെ പറയണമെന്നുണ്ട്. പ്രത്യേകിച്ച് ചില മാരക ഗൂസ് ബംസ് വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് മോനെ. ഗംഭീരം, അതിഗംഭീരം. എന്നല്ലാതെ എനിക്കിതിനെ പറ്റി വേറൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും കണ്ടുപോക്കുക. നെറ്റ്ഫ്ലിക്സിലുണ്ട്. ആൻഡ് ഓൾറെഡി ഇതിൻ്റെ ഒരു മിസ് ചെയ്യും, കുറേ സാധനങ്ങൾ നമ്മൾ മിസ് ചെയ്യും. കാരണം 2 സീസണും കഴിഞ്ഞു. ഇതിലെ ഓരോ എനിമി എന്നുള്ള ഒരു ഇമാജിൻ ഡ്രാഗൺസിൻ്റെ ആ ഒരു ടൈറ്റിൽ ട്രാക്ക്, അത് മുതൽ എല്ലാ സാധനങ്ങളും ഈ ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ മിസ് ചെയ്യും. പക്ഷേ ലീഗ് ഓഫ് ലെജൻസിൻ്റെ ആർക്കൻ എന്നുള്ള ഈ ഒരു സീരീസാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. പ്രോപ്പറായിട്ട് അതിൻ്റെ കഥ തീർന്നു എന്നാണ് ഇതിൻ്റെ ഷോൺ റണ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിന് വെച്ചിട്ട് ഒരു 3 സ്പിൻ ഓഫ് ഓൾറെഡി ഒരു ഡെവലപ്മെൻറ്റിൽ വരുത്തുന്നുണ്ട്. സോ ഓൾറെഡി ഈ ആർക്കൻ കണ്ട് ഫാനായി അഡിക്റ്റ് ആയിരിക്കുന്ന ആൾക്കാർക്ക് നിരാശയൊന്നും ഉണ്ടാവില്ല. എങ്ങനെ ആയാലും അടുത്തൊക്കെ വരാനുണ്ട്. പക്ഷേ ഇതായിരിക്കില്ല. ഈ ഒരു കഥ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി സ്പിൻ ഓഫ് ആയിട്ട് 2-3 വർക്കുകളൊക്കെ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരെണ്ണം അടുത്ത വർഷം തന്നെ പുറത്തിറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കണ്ടു തന്നെ അറിയാം. എത്ര ടൈം എടുത്താലും കുഴപ്പമില്ല. ഇനി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഉള്ളു ചെയ്യണം, അല്ലെങ്കിൽ കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, സീസൺ 1 എന്നുള്ളത് ഇവിടെ ആണെങ്കിൽ സീസൺ 2 ഇവിടെയാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇനി സ്പിൻ ഓഫ് ഒക്കെ ചെയ്താലാണ് വലിയ കാര്യം ഉണ്ടാവുള്ളൂ. സോ ഇല്ലെങ്കിൽ വേണ്ട, വിട്ടോ, കുഴപ്പമില്ല. പക്ഷെ ചെയ്യുകയാണെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള ചെയ്തത്. എനിക്കറിയില്ല ഇതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം അത്ര മാരക ഐറ്റം. സോ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സാധനമാണ്. തീർച്ചയായിട്ടും കണ്ടുപോകണം. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ അവരുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.